ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ, അപകട സ്ഥലത്ത് നിന്നുള്ള തെരച്ചിൽ നടക്കുന്ന പ്രദേശത്ത് തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. ഈ തടഞ്ഞിരുന്ന പ്രദേശത്ത് നിന്ന് ഏകദേശം 4 കിലോമീറ്ററോളം ഉള്ളിലേക്ക് നടന്നാണ് സിജു കണ്ണനും ഷൈജു പിലാത്രയും ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ഇപ്പോൾ ആ JCB തിരച്ചിൽ നടത്തുന്ന പ്രദേശത്താണ് ലോറി ഉള്ളത് എന്ന പ്രാഥമിക വിവരങ്ങളൊക്കെയാണ് നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. ഇതൊന്നും ഔദ്യോഗിക സ്ഥിരീകരണങ്ങളല്ല, പക്ഷേ എങ്കിൽ പോലും ആ അനൗദ്യോഗിക സ്ഥിരീകരണങ്ങളിൽ പ്രതീക്ഷയോടെ നമുക്ക് വിശ്വസിക്കാം, കാത്തിരിക്കാം. അവിടെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും നിങ്ങൾ നോക്കണം, അവിടെ സിജു, ഒരു ശുഭപ്രതീക്ഷ ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ളത് ഈ റഡാർ പരിശോധനയിൽ ലോറിയുടെ സ്ഥാനം കണ്ടെത്തിയിട്ടുണ്ട് എന്ന അനൗദ്യോഗിക സൂചനയാണ്. ആ പ്രതീക്ഷയുടെ അറ്റത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് സിജു. ഒരു അനൗദ്യോഗിക സൂചനകൾ മാത്രമാണ്. ഈ പ്രദേശത്ത് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപകടം നടന്ന ഈ അർജുനുള്ള ലോറി ഉണ്ട് എന്ന് പറയുന്ന ആ സ്ഥലത്തെ തൊട്ടടുത്തേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഈ ദൃശ്യങ്ങൾ നോക്കുക. ഇവിടെ നിന്ന് മണ്ണ് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ ശ്രമകരമായ ദൃശ്യമാണ്. ഏതായാലും ഒരു 6 മീറ്റർ ഉയരത്തിലെങ്കിലും മണ്ണും വലിയ പാറക്കല്ലുകളുമുണ്ട്. ഈ എത്രത്തോളം വ്യാപ്തിയുള്ള അപകടം എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. മൊബൈൽ ഉൾപ്പെടെ തകർന്ന് പോയി കാണാം. ഈ ഒരു വലിയ കുന്ന് ഒന്നാകെ തന്നെ ഇടിഞ്ഞ് വീഴുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ നിലവിൽ 3 മണ്ണുമാന്ത്രി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്ന് മണ്ണ് നീക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ ഇവിടെ കാണുന്ന സ്ഥലത്താണ് ലോറി ഏതാണ്ട് ഉള്ളത് എന്ന രീതിയിലുള്ള ഒരു നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. അത്തരം പരിശോധനകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു വലിയ കുന്നിന്റെ ഒരു ഈ ദേശീയപാതയിലേക്ക് വരുന്ന ഒരു സാഹചര്യമായിരുന്നു. ശക്തമായ മഴ ആ സമയത്ത് 16-ാം തീയതി രാവിലെ ഉൾപ്പെടെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. ഈ മണ്ണ് നിൽക്കുന്ന ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്താണ് നേരത്തെ പറഞ്ഞു നിർത്തിയിട്ടിരുന്ന സ്ഥലം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ പോകുന്ന ദൃശ്യങ്ങൾ, ഈ കാണുന്ന ദൃശ്യങ്ങൾ, ഈ മണ്ണിന്റെ അപ്പുറത്താണ് ഈ പുഴയുള്ളത്. ഈ മണ്ണ് ഇടിഞ്ഞതിന്റെ മണ്ണ് ഇപ്പോൾ ഈ വലിയ ഒരു കാണാൻ കഴിയും. ഇപ്പോഴും ചെളിവെള്ളവും അതോടൊപ്പം തന്നെ വലിയ വെള്ളപ്പാച്ചിലും പല സ്ഥലങ്ങളിലുമുണ്ട്. ഇപ്പോൾ ആ മണ്ണ് മാറ്റുക എന്ന ശ്രമകരമായ ഒരു ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോറിയുടെ സാന്നിധ്യം ഇവിടെ തൊട്ടടുത്ത് ഉണ്ട് എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ ഈ ക്രെയിൻ നിൽക്കുന്ന തൊട്ടപ്പുറത്തായാണ് ലോറി ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ മണ്ണ് മാറ്റാനുള്ള ഒരു ശ്രമം നടക്കുന്നു. അവിടെ ഇപ്പോൾ ഒരു മണ്ണുമാന്തി യന്ത്രമാണ് ഉള്ളത്. ഒരു മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് ആംബുലൻസിൽ നിന്ന് നീക്കുന്നത്. റോഡിലുള്ള മണ്ണ് ഈ പുഴയുടെ വശത്തേക്ക് മാറ്റിക്കൊണ്ട് 2 മണ്ണുമാന്തി യന്ത്രങ്ങളുണ്ട്. ഇത്രയും സംവിധാനങ്ങളാണ് നിലവിൽ ഇവിടെ ഉള്ളത്. ഏതായാലും ഈ ദ്രുതഗതിയിൽ ഇപ്പോൾ കാര്യങ്ങൾ അല്പം മുന്നോട്ട് പോകുന്നു എന്ന നിലയിൽ വേണം ആ കാര്യങ്ങൾ കാണാൻ. അങ്ങനെ കാണുമ്പോൾ പോലും സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നുണ്ട്. കാരണം നോക്കൂ, ഇത്രയും പ്രശ്നമുണ്ടായിട്ടും ഇത്രയും ദിവസമായിട്ടും ആകെ ഒരു 3-4 മണ്ണുമാന്തി യന്ത്രങ്ങൾ മാത്രമാണ് അങ്ങോട്ടേക്ക് എത്താൻ സാധിച്ചിരിക്കുന്നത്, കൊണ്ടുവരാൻ പറ്റിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് വളരെ സങ്കടം ഉളവാക്കുന്നതാണ്. കാലാവസ്ഥ പ്രതികൂലമായിരിക്കാം, സാഹചര്യങ്ങൾ ദുർഘടമായിരിക്കാം, പക്ഷേ അതിനെയൊക്കെ മറികടന്ന് ഇതിനെ തരണം ചെയ്യുക എന്നതാണല്ലോ ഏതൊരു സംവിധാനത്തിന്റെയും ആദ്യ കടമ എന്ന് പറയുന്നത്. പക്ഷെ അതുപോലും ഇവിടെ നിറവേറ്റപ്പെടുന്നില്ല. വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇതിനു മുമ്പ് നമ്മൾ മുമ്പത്തെ ബുള്ളറ്റിനും കഴിഞ്ഞ ദിവസങ്ങളിലും എല്ലാം തന്നെ പറഞ്ഞതാണ്. ലോറി ഉടമ മനാഫിൽ സംസാരിച്ചതാണ്. അപകടപ്പെട്ട ലോറിയുടെ ഡ്രൈവറായ അർജുന്റെ സഹോദരിയുടെ വലിയ ഗുരുതരണ്ടായി എന്ന വസ്തുത നമുക്ക് അത് മറച്ചു വെക്കാൻ കഴിയില്ല. എങ്കിലും നിലവിൽ ഇപ്പോൾ ആ സാഹചര്യങ്ങൾക്കെല്ലാം ദ്രുതഗതിയിൽ കാര്യങ്ങൾ നടക്കണമെന്ന ഒരു ആഗ്രഹമാണ് എല്ലാവരും പ്രകടിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ മനാഫും ലോറി ഉടമയും എല്ലാവരും ഈ സ്ഥലത്തെത്തിക്കൊണ്ട് പറഞ്ഞത് ഇപ്പോഴും ആ പ്രദേശത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ലൈൻ കട്ടായി പോകുന്നുണ്ട്. കാരണം അത്രമാത്രം റിമോട്ടായ ഏരിയയാണ്, റേഞ്ചിൻ്റെ അടക്കം പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ പോലും തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ആ ക്രെയിൻ പരിശോധന നടത്തുന്നതാണ്. ആ ക്രെയിൻ നിൽക്കുന്ന ആ ഹിറ്റാച്ചി നിൽക്കുന്ന ആ സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഇപ്പോൾ റഡാർ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അവിടുത്തെ മണ്ണാണ് മാറ്റേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു മണ്ണുമാന്തി യന്ത്രം മാത്രമാണ് അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നത് ആശങ്കാജനകമായ കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അർജുന് വേണ്ടിയിട്ട് ആ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും റഡാർ പരിശോധനകൾക്കൊടുവിൽ ഒരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത് തന്നെ ആശ്വാസജനകമായ പ്രതീക്ഷ ഉയർത്തുന്ന കാര്യം കൂടിയാണ്. വളരെ വേഗത്തിൽ പരിശോധനകൾ നടത്തുന്നു. കഴിഞ്ഞ ദിവസത്തെക്കാളും ഒക്കെ കുറച്ച് വേഗം ഇന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നത് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു മണ്ണുമാന്തി യന്ത്രത്തിന് ഒരു പരിമിതി ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പരിമിതികൾ ഉള്ളിൽ നിന്ന് വേണം
ഇത്രയും കനത്തിലുള്ള മണ്ണ് മാറ്റാൻ? രാവിലെ അവിടെ ഉദ്യോഗസ്ഥർ സംസാരിച്ചപ്പോൾ പറഞ്ഞത് 6-7 മീറ്റർ കനത്തിൽ ഇങ്ങനെ മണ്ണ് വീണ് കിടക്കുകയാണ്. അപ്പോൾ അത് മാറ്റാൻ വളരെ സമയമെടുക്കും, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് മറികടന്ന് വേണം അത് ചെയ്യാനെന്നാണ് അവർ രാവിലെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഏതായാലും ആ പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് JCB-കൾക്ക്. കൂടുതൽ JCB ഒരു പക്ഷേ വരാൻ മണ്ണുമാന്തി യന്ത്രങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഈ ഘട്ടത്തിൽ. ഏതായാലും റഡാർ പരിശോധനയിൽ അതിൻ്റെ ആദ്യ സൂചനകൾ കണ്ടിട്ടുണ്ട് എന്നത് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. സിജു, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അവിടെ ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു യന്ത്രം മാത്രമാണുള്ളത്, അതുകൊണ്ട് എത്ര ചെയ്യാൻ കഴിയുമെന്ന വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യം നിൽക്കുമ്പോഴും കേരളം ഒന്നടങ്കം പ്രതീക്ഷയോടെ അങ്ങോട്ടേക്ക് നോക്കുകയാണ്. നമ്മുടെ അർജുൻ തിരിച്ചു വരുന്ന കാഴ്ച കാണാനായി. മനു, ഈ ദൃശ്യങ്ങൾ കാണുക. ഈ കാണുന്ന സ്ഥലത്തുള്ള ദൃശ്യങ്ങളുടെ ഭാഗത്താണ് ഇപ്പോൾ ഈ ലോറിയുടെ ഒരു സാന്നിധ്യം കണ്ടെത്തിയത്. അത് കൃത്യമായി ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നില്ല. നിലവിൽ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് സ്ഥലത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണ് മാറ്റുന്നതിനുള്ള മണ്ണ് മാറ്റുന്നതിനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് രീതിയിലൊരു സാധ്യമാകുമെന്നറിയില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 6 മീറ്ററിലധികം ഉയരത്തിൽ വലിയ പാറക്കല്ലും മണ്ണും എല്ലാം തന്നെ സ്ഥലത്തുണ്ട്. അത് നീക്കം ചെയ്യുക എന്നത് ഏറെ ശ്രമകരമാണ്. അത് നീക്കം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. നിലവിൽ ആ സ്ഥലത്ത് നിന്ന് ഒരു മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് ആ ഭാഗത്തെ ഒരു ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മണ്ണ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും അത് മാറ്റാതെ ഈ വാഹനത്തിന്റെ സാന്നിധ്യം ഉൾപ്പെടെ കണ്ടെത്തുക എന്നത് ബുദ്ധിമുട്ടാണ്. ഏതായാലും ഈ വാഹനം അർജുന്റേത് തന്നെയാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഏതായാലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. മണ്ണ് മാറ്റുന്നതിനുള്ള ശ്രമം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ക്രെയിൻ ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മണ്ണുമാന്തി യന്ത്രങ്ങളും ടിപ്പറുകളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് നിന്ന് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലൊക്കേഷൻ കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് മണ്ണ് റോഡിലേക്ക് തന്നെ നീക്കം ചെയ്യുകയാണ്. അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും വളരെ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ഈ പ്രദേശത്ത്, ഈ പറയുന്ന സ്ഥലത്ത് കൃത്യമായി ഈ വാഹനമുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. റഡാർ ഉൾപ്പെടെ. എനിക്കൊരു സംശയം, ഈ സൂറത്കൽ NIT-യിലെ ആൾക്കാരാണല്ലോ ഈ പരിശോധനകളെല്ലാം നടത്തുന്നത്. നമുക്ക് അവരോട് ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനോ അല്ലെങ്കിൽ ഈ കൂടെ നിൽക്കുന്ന ആരോടെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? അതിനുള്ള സാഹചര്യം ഉണ്ടോ നമുക്ക്? മനു, നമുക്ക് ശ്രമിക്കാം. ഔദ്യോഗികമായി ഇത്തരത്തിൽ സംസാരിക്കുന്നതിന് അവർക്ക് നിയന്ത്രണമുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എങ്കിലും നമുക്ക് ആരെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്ന് അടുത്ത സമയങ്ങളിൽ ശ്രമിക്കാം. ഇപ്പോൾ ആ പരിശോധന കൃത്യമായി പൂർത്തിയാകാത്തത് കൊണ്ട് അത്തരം വിവരങ്ങളൊന്നും ഔദ്യോഗികമായി അവർക്ക് നൽകുന്നതിനുള്ള പരിമിതികൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ പരിശോധന ഇപ്പോഴും പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ ഒരു വശത്ത് പരിശോധന MLA ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? സതീഷയിൽ കാർവാർ MLA അല്ലേ? കാർവാർ MLA ഇപ്പോഴും സ്ഥലത്തുണ്ട്. സതീഷയിൽ 5 ദിവസം കഴിഞ്ഞിട്ടാണ്. ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് അങ്ങോട്ടേക്ക് വരാനെന്ന് തോന്നിയല്ലോ, അതൊരു വലിയ കാര്യം. 5 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രദേശത്ത് MLA ജനപ്രതിനിധി ഇത്ര വലിയൊരു ദുരന്തമുണ്ടായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. സിജു, എനിക്ക് സത്യത്തിൽ അത്ഭുതം തോന്നുന്നു ആ നാടിനെ ഓർത്തിട്ട്. മനു, തീർച്ചയായും ജനപ്രതിനിധികളോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് കാര്യമായി എത്താത്ത ഒരു പ്രശ്നം നിലവിലുണ്ട് കേരളത്തിൽ. ഒരുപക്ഷെ മാധ്യമങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ തന്നെ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ എത്തിയതൊഴിച്ചാൽ, ഇന്നാണ് കർണാടകയിൽ നിന്നുള്ള മാധ്യമങ്ങൾ പ്രധാനമായും ഈ സ്ഥലത്തെത്തുന്നത്. ഒരു വാഹനത്തിൽ അവരെല്ലാവരും ഒരുമിച്ചെത്തുകയായിരുന്നു. മാധ്യമങ്ങൾ പോലും ഈ സ്ഥലത്ത് കാര്യമായി ഉണ്ടായിരുന്നില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ജനപ്രതിനിധികൾ MLA-മാരൊക്കെ വലിയ വണ്ടികളിലൊക്കെയാണ് വന്നിരിക്കുന്നത്. അവരുടെ വണ്ടികൾക്കൊക്കെ അനായാസം അങ്ങോട്ടേക്ക് കടന്നു വരാൻ പറ്റുന്നുമുണ്ട്. അപ്പോൾ കുറച്ചുകൂടി JCB-യോ ഹിറ്റാച്ചിയോ ഒക്കെ എത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ തെരച്ചിലൊന്നും നമുക്ക് വേഗത്തിലാക്കാൻ കഴിയുമായിരുന്നു അല്ലേ? അങ്ങനെ തോന്നുന്നില്ലേ അവിടെ നിൽക്കുമ്പോൾ? പരമാവധി JCB അതോടൊപ്പം മണ്ണുമാന്തി യന്ത്രങ്ങളും എല്ലാം എത്തിക്കുന്നതിനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ 5-6 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇപ്പോൾ ഈ ഒരു സംവിധാനം കൊണ്ടുപോകുന്നത് കാണുന്നുണ്ട്. അതാണോ ഈ റഡാർ പരിശോധന നടത്തുന്നതിന്റെ ഉപകരണം? പരിശോധനയ്ക്ക് എത്തിച്ച നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നു. സിജു, അതിലേക്ക് തന്നെ ഒന്ന് ഫോക്കസ് ചെയ്താൽ കുറച്ചുകൂടി വ്യക്തമാകും. നല്ല രീതിയിൽ കിട്ടിയിരുന്നു. ഒരു ലാപ്ടോപ്പ് പോലത്തെ ഒരു സംവിധാനം ഘടിപ്പിച്ചൊരു ഉപകരണം കൊണ്ട്, അതാണ് ഈ റഡാർ സംവിധാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പരിശോധന സിജു പറയാം. ഇതാണ് ആ സംവിധാനം എന്ന് പറയുന്നത്. ഉപയോഗിച്ചാണ് ഇന്ന് പരിശോധന നടത്തിയത്. നമുക്ക് IIT സൂറത്കൽ NIT സൂറത്കലിലെ വിദഗ്ധ സംഘമാണ് പരിശോധന നടത്തിയത്. എങ്ങനെയായിരുന്നു ഈ പരിശോധന? അതിൽ എന്തൊക്കെയാണ് കണ്ടെത്താൻ കഴിഞ്ഞത്?
യൂഷ്വലി GPR എന്ന് പറയുന്ന ഒരു ഡിവൈസ് ആണ്, ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ എന്ന് പറയും. അത് യൂഷ്വലി ഡ്രൈ കണ്ടീഷനിൽ അണ്ടർനീത്തുള്ള പൈപ്പ് ലൈൻസ് ആണ് നമ്മൾ യൂഷ്വലി ഡിറ്റക്ട് ചെയ്യണത് സർവേയിൽ. ബട്ട് ഇവിടെ കംപ്ലീറ്റ്ലി വെറ്റ് സോയിൽ ആണ്, സോയിൽ കണ്ടീഷൻ ഭയങ്കര ലൂസാണ്, പിന്നെ ടെറൈനും ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും, നമ്മൾ ഉന്തിയിട്ടാണ് ഇത് പ്രൊഫൈലിംഗ് എടുക്കണേ. ഇവിടെ നമുക്ക് അത് എടുക്കാൻ പറ്റുന്നില്ല. ബട്ട് കുറച്ച് റീഡിങ്സ് കിട്ടിയിട്ടുണ്ട്. ബട്ട് വി കനോട്ട് കൺക്ലൂഡ് അത് ട്രക്ക് തന്നെയാണോ ഓർ എക്സാക്ട് വെഹിക്കിൾ ആണോ എന്ന് അറിയാൻ പറ്റുന്നില്ല. ഇറ്റ് ക്യാൻ ബി എ ബോൾഡർ ഓൾസോ, മെറ്റൽ എന്തോ ആവാം. സോ അത് അവർ എടുത്ത് കഴിഞ്ഞിട്ട് ಇನ್ನೊരു റീഡിംഗ് നമ്മൾ എടുക്കാൻ വെയിറ്റിംഗ് ആണ്. ഇതിപ്പോ മണ്ണ് മാറ്റിയതിനു ശേഷമാണോ ഇനിയുള്ള പരിശോധന നടക്കുക? അങ്ങനെയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് പറഞ്ഞേക്കണേ. സോ ഞങ്ങൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. ഇതിന്റെ ഒരു പരിശോധനയുടെ ഒരു രീതി എങ്ങനെയാണ്? ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ താഴെ ഒരു റഡാർ ഉണ്ട്, അതാണ് പിന്നെ ഒരു ആന്റനയാണ്, ട്രാൻസ്മിറ്ററും. അത് സിഗ്നൽ അയക്കും. അതിൽ നിന്ന് പറഞ്ഞ റിഫ്ലക്റ്റൻസ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് വെച്ചിട്ട് നമുക്കൊരു റീഡിംഗ് വരും. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇങ്ങനത്തെ വിത്ത് റെസ്പെക്ട് ഈച്ച് ഡെപ്തിൽ നമുക്ക് ആ പ്രൊഫൈൽ എങ്ങനെയാണെന്ന് കാണാം. ഇപ്പോൾ സപ്പോസ് ഇത് ട്രക്ക് ആയിരുന്നെങ്കിൽ അതിങ്ങനെ അതിൻ്റെ പർട്ടിക്കുലർ ഷേപ്പ് വരും. സോ നമ്മൾ മൾട്ടിപ്പിൾ പോയിന്റ്സിൽ വെച്ച് നോക്കുമ്പോൾ നമുക്കത് കംപ്ലീറ്റ് ഒരു പിക്ചർ കിട്ടും. അതാണ് അതിൻ്റെ വർക്ക്. ഏതായാലും ഇനിയിപ്പോ പരിശോധന നടത്തണമെങ്കിൽ ഈ മണ്ണ് കുറച്ചെങ്കിലും മാറ്റേണ്ടതുണ്ടല്ലേ? സാർ എന്താ? ഇനിയിപ്പോ പരിശോധന തുടരണമെങ്കിൽ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ മണ്ണ് മാറ്റിയതിനു ശേഷമാണ് പരിശോധന. അതെ. സൂറത്കൽ NIT വിദഗ്ധ സംഘത്തിലെ ഒരാളാണ് സംസാരിച്ചിരിക്കുന്നത്. മലയാളിയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ മണ്ണ് വലിയ രീതിയിൽ ചെളി അടിഞ്ഞിരുന്ന് നിൽക്കുന്നതിനാൽ ഈ സിഗ്നൽ കൃത്യമായി കിട്ടുന്നതിന് ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിലും ചില ഫൈൻഡിങ്സ്, കുറച്ച് കണ്ടെത്തലുകളുണ്ട്. അത് കൃത്യമായും ഈ വാഹനമാണോ എന്നുൾപ്പെടെയുള്ള കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിന് ഈ മണ്ണും കല്ലും ഈ പ്രദേശത്ത് നിന്ന് കുറച്ച് മാറ്റിയതിനു ശേഷം മാത്രമേ വീണ്ടും ഉള്ള പരിശോധനയിൽ മാത്രമേ കൃത്യമായ ഒരു നിഗമനത്തിൽ എത്താൻ കഴിയൂ എന്നാണ് ഈ NIT നിന്നുള്ള വിദഗ്ധർ ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ അതിനു വേണ്ടിയാണ് മണ്ണ് ഈ പ്രദേശത്ത് നിന്ന് നീക്കിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങളിൽ. ആ മണ്ണ് കൂടി മാറ്റിയതിന് ശേഷം വീണ്ടും ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും ഞാൻ ആ ദൃശ്യങ്ങളിൽ അത് കാണുകയായിരുന്നു സിജു. ഈ റഡാർ സംവിധാനം ഉപയോഗിച്ച് എങ്ങനെയാണ് പരിശോധന നടത്തേണ്ടതെന്ന്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ സിജു പറഞ്ഞതുപോലെ ഇത് മഴ നനഞ്ഞ ആകെ ചെളിയായി കിടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ എക്സാക്ട് പരിശോധനാ ഫലം ലഭിക്കുന്നില്ല എന്നാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. സൂറത്കൽ NIT വിദഗ്ധനാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇനിയുള്ള ആദ്യ കടമ്പ എന്ന് പറയുന്നത് ആ ചെളി കൂടി നനഞ്ഞു കിടക്കുന്ന മണ്ണ് മാറ്റണം, ആ കല്ല് മാറ്റണം. അതിനുശേഷം ഈ റഡാർ ഉറപ്പിച്ച് ഒന്നുകൂടി പരിശോധന നടത്തണം, അല്ലേ? അതായത് ഇപ്പോൾ കുറച്ച് സിഗ്നലുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ ട്രക്കാണോ, അർജുൻ സഞ്ചരിച്ചിരുന്ന ട്രക്കാണോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ അന്തിമമായ ഒരു നിഗമനത്തിലേക്ക്, ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം ഈ ചെളി അടിഞ്ഞു നിൽക്കുന്നതിനാൽ, വലിയ രീതിയിൽ പാറക്കല്ലും മണ്ണുമെല്ലാം ഉള്ളതിനാൽ ചെളി അടിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായൊരു നിഗമനത്തിലേക്ക് എത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പരിശോധന തുടരും. അതിനുവേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ ആദ്യം കണ്ടല്ലോ, ആ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്തതിന് ശേഷം വീണ്ടും അതിന് മുകളിൽ കൂടി ഈ വാഹനം, ഈ സംവിധാനം എത്തിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിന് അല്പം കാലതാമസമുണ്ട്. ആ മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന സാധ്യമാകൂ എന്നാണ് ഇപ്പോൾ വിദഗ്ധ സംഘം അറിയിച്ചിരിക്കുന്നത്. മനു, സിജു, ഒറ്റക്കാരും കൂടിയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ സംഘം അവിടെ എത്തിയിട്ടുണ്ടോ, ക്യാമ്പ് ചെയ്തിട്ടുണ്ടോ? കാരണം അടിയന്തര മെഡിക്കൽ പരിശോധനകൾ ആവശ്യമായി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? മനു, ആംബുലൻസ് സൗകര്യം ഉൾപ്പെടെ രാവിലെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അത് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ പരിശോധനയുടെ ഭാഗമായി ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നു. അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളാണ് നേരത്തെ ഈ മനാഫും ഈ അർജുൻ്റെ ബന്ധുക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ സൂചിപ്പിച്ചത്. എന്തായാലും ആ പ്രശ്നം കൂടി പരിഹരിക്കപ്പെടുന്ന നിലയിലേക്ക്, കാര്യക്ഷമമായ നിലയിലേക്ക് ഈ രക്ഷാപ്രവർത്തനം എത്തട്ടെ എന്നാണ് കരുതുന്നത്. ഏതായാലും കുറച്ചുകൂടി ദ്രുതഗതിയിലുള്ള ഒരു ഇടപെടൽ ഇന്നുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ വലിയ വിമർശനം വിളിച്ചു വരുത്തുന്ന നിലയിലേക്കുള്ള പ്രശ്നങ്ങൾ ഇന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന തുടരും. അല്പസമയത്തേക്കാണ് ഈ പരിശോധന നിർത്തിവെച്ചിരിക്കുന്നത്. നേരത്തെ NIT വിദഗ്ധ സംഘം ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ ചെളിയും മണ്ണും പാറക്കല്ലുകളും എല്ലാം തന്നെ കുറച്ച് മാറ്റിയതിനു ശേഷം വീണ്ടും ഈ സ്ഥലത്ത് പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്.